നീലഗിരിയുടെ സഖിയാണ് നിലമ്പൂർ. തേക്കുമരങ്ങളുടെയും മുളകളുടെയും നാട്. മലപ്പുറം ജില്ലയിൽ തമിഴ്നാട് അതിർത്തിയിൽ വനത്തോട് ചേർന്നാണ് നിലമ്പൂർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. നിലിംബപുരം എന്ന വാക്ക് ലോപിച്ചാണ് നിലമ്പൂർ ആയത് എന്ന് കഥയുണ്ട്. നിലമ്പൂർ കാടുകളിൽ സമൃദ്ധമായി കാണുന്ന മുളയുടെ സംസ്കൃത വാക്കാണ് നിലിംബ. 3 വശവും നദികളാൽ ചുറ്റപ്പെട്ട അപൂർവം പട്ടണങ്ങളിലൊന്നാണ് നിലമ്പൂർ. കുതിരപ്പുഴ, കുറവൻപുഴ, കാഞ്ഞിരപ്പുഴ, കരിമ്പുഴ എന്നിവ പ്രധാന നദിയായ ചാലിയാറിലേക്ക് ചേരുന്നത് നിലമ്പൂരിലാണ്. നിലമ്പൂരിന്റെ പ്രധാന വിനോദസഞ്ചാര കാഴ്ചകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. നിലമ്പൂരിലേക്കുള്ള തീവണ്ടി യാത്ര തീർച്ചയായും ആസ്വദിക്കണം. ഷൊർണൂരിൽ നിന്നാണ് ഈ ഡീസൽ ട്രെയിൻ. നദികളും പാടശേഖരവും കാർഷിക സമൃദ്ധിയുടെ ഗ്രാമീണ കാഴ്ചകളും ഈ യാത്ര മനോഹരമാക്കുന്നു. നിലമ്പൂർ റോഡ് സ്റ്റേഷനിൽ ആ പാളം അവസാനിക്കുന്നു. ഇവിടെ നിന്ന് ബസ്സിൽ നിലമ്പൂർ പട്ടണത്തിലെത്താം. നിലമ്പൂർ കോവിലകം വകയായിരുന്നു മുൻപ് ഗൂഡല്ലൂർ വരെയുള്ള കാടും ഭൂമിയും എല്ലാം. നിലമ്പൂർ പാട്ടുത്സവം നടക്കുന്ന വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രവും ചാലിയാർ പാറക്കടവുമാണ് കോവിലകം ഭാഗത്തെ ഇപ്പോഴത്തെ കാഴ്ചകൾ. കോവിലകം ഭാഗങ്ങൾ സ്വകാര്യ വാസസ്ഥലങ്ങളാണ്. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇവയാണ്. കനോലീസ് പ്ലോട്ട്. വടപുറം പാലത്തിൽ നിന്ന് യാത്ര തുടങ്ങാം. ഇവിടെ കുതിരപ്പുഴ ചാലിയാർ നദിയോട് ചേരുന്നു. കനോലി ഇക്കോ ടൂറിസം സെന്ററും വിഖ്യാതമായ മരം ഡിപ്പോയുമാണ് ഇവിടെയുള്ള ആകർഷണം. തേക്ക് തോട്ടങ്ങൾക്കിടയിലൂടെ നടക്കാം. ചാലിയാറിന്റെയും കുതിരപ്പുഴയുടെയും സംഗമസ്ഥാനമാണ് പ്രധാന കാഴ്ച. തൊട്ടുമുകളിലെ കനോലീസ് പ്ലോട്ട് എന്ന വിഖ്യാത സ്ഥലത്താണ് ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ തേക്കുംതോട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ തോട്ടത്തിലേക്ക് സഞ്ചാരികൾക്ക് പ്രവേശനമില്ല. കുറുവൻപുഴയുടെയും ചാലിയാറിന്റെയും സംഗമസ്ഥാനമാണ് കനോലി പ്ലോട്ട്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ മലബാർ ഗവർണറായിരുന്ന HV കനോലിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ തേക്ക് പ്ലാന്റേഷന് തുടക്കമിടുന്നത്. DFO ബംഗ്ലാവ്. നിലമ്പൂർ ചന്തക്കുന്ന് പട്ടണത്തിൽ ഒരു കാടുണ്ട്. അതാണ് ബംഗ്ലാവ് കുന്ന്. പട്ടണത്തിരക്കിൽ നിന്ന് മാറി കാടിന്റെ ശാന്തത അനുഭവിക്കാനായി ഇവിടേക്ക് ഡ്രൈവ് ചെയ്യാം. മഹാഗണി മരങ്ങൾ നിറഞ്ഞ ഈ കുന്നിൽ ടിപ്പു സുൽത്താൻ ഒരു നിരീക്ഷണ ഗോപുരം സ്ഥാപിച്ചിരുന്നു. പിന്നീട് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസായി. മരങ്ങൾക്ക് മുകളിലൂടെയുള്ള നടപ്പാതയിലെ കനോപ്പി വാക്കിംഗ് അവിസ്മരണീയമായ അനുഭവമാണ്. തേക്ക് മ്യൂസിയം. നിലമ്പൂരിൽ നിന്ന് വഴിക്കടവ് റൂട്ടിൽ പാതയോരത്താണ് പ്രശസ്തമായ തേക്ക് മ്യൂസിയം. കേരള വന ഗവേഷണ കേന്ദ്രവും വനം വകുപ്പുമാണ് തേക്ക് മ്യൂസിയം ഒരുക്കിയിട്ടുള്ളത്. രണ്ട് നിലകളിലായി തേക്കിന്റെ പല കാഴ്ചകളും അറിവുകളും മ്യൂസിയം നൽകുന്നു. ഏറ്റവും മനോഹരമായി പാലിക്കപ്പെടുന്ന ഉദ്യാനം തേക്ക് മ്യൂസിയത്തിന് പിന്നിലുണ്ട്. യാത്രികരുടെ മനം കുളിർപ്പിക്കുന്ന പച്ചപ്പാണ് ഇവിടെ. വിവിധ തരം സസ്യവിഭാഗങ്ങളെ പരിചയപ്പെടാം. ചരിത്രാതീത കാലത്തെ മൃതിയറ കാണാൻ മറക്കരുത്. വൃത്തത്തിൽ കല്ലുവെച്ച് അടയാളപ്പെടുത്തിയ മൃതകുടീരമാണിത്. ആഢ്യൻപാറ. ചാലിയാറിന്റെ പോഷകനദിയായ കാഞ്ഞിരപ്പുഴയിലെ അതിസുന്ദരമായ വെള്ളച്ചാട്ടമാണ് ആഢ്യൻപാറ. അതിവിശാലമായ പാറയ്ക്ക് മുകളിലൂടെ പല ചെറു വെള്ളച്ചാട്ടങ്ങൾ ഒരുക്കിയാണ് കാഞ്ഞിരപ്പുഴ ഒഴുകുന്നത്.
അപകട സാധ്യത മുൻനിർത്തി ചില സന്ദർഭങ്ങളിൽ ആഢ്യൻപാറ ജലപാതയിൽ കുളിക്കാൻ സഞ്ചാരികളെ അനുവദിക്കാറില്ല. ഓർക്കുക, കുളിർവെള്ളത്തിൽ കുളിക്കുമ്പോഴും സാഹസികത അതിരുവിടരുത്. 3.5 മെഗാവാട്ട് ജലവൈദ്യുത പദ്ധതി പ്രവർത്തനം കാണാനും ആഢ്യൻപാറയിൽ അവസരമുണ്ട്. നിലമ്പൂരിൽ നിന്ന് അകമ്പാടം വഴി 14 കിലോമീറ്ററാണ് ദൂരം. കോഴിപ്പാറ വെള്ളച്ചാട്ടം അകമ്പാടത്ത് നിന്ന് കക്കാടംപൊയിൽ എന്ന മലയോരത്തേക്കുള്ള യാത്രയിലെ അതിസുന്ദരമായ വെള്ളച്ചാട്ടമാണ് കോഴിപ്പാറ. ഒന്നിലധികം ചെറു വെള്ളച്ചാട്ടങ്ങളുടെ മനോഹാരിത ആസ്വദിക്കാം. സഞ്ചാരികൾക്ക് സുരക്ഷിതമായി നീരാടാം. പാറകൾക്ക് മുകളിലേക്ക് ചെറിയ ട്രെക്കിംഗ് നടത്താം. അകമ്പാടത്ത് നിന്ന് 20 കിലോമീറ്ററാണ് ദൂരം. കുത്തനെയുള്ള കയറ്റങ്ങളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ സൂക്ഷ്മത വേണം. TK കോളനി നിലമ്പൂരിന്റെ സ്ഫടിക നദിയാണ് കോട്ടപ്പുഴ. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിന്റെ മലനിരകളോട് ചേർന്ന് കിടക്കുന്ന TK കോളനി എന്ന കാർഷിക മലയോര ഗ്രാമത്തിന്റെ തുടിപ്പാണ് കോട്ടപ്പുഴ. അടിത്തട്ട് കാണാവുന്ന കുളിർജലത്തിലെ നീരാട്ടാണ് യാത്രികരെ TK കോളനിയിലേക്ക് ആകർഷിക്കുന്നത്. ഒരിക്കലും ഇവിടെ ജലം മലിനമാക്കരുത്. കാരണം ഗ്രാമീണരുടെ കുടിവെള്ളമാണ് കോട്ടപ്പുഴയിലൂടെ ഒഴുകുന്നത്. വഴി ഇങ്ങനെ: നിലമ്പൂർ, പൂക്കോട്ടുംപാടം, TK കോളനി. ദൂരം 18 കിലോമീറ്റർ. നെടുങ്കയം ഏഷ്യയിൽ ഏക ഗുഹാവാസികളായ ആദിമക്കാരാണ് ചോലനായ്ക്കർ. നിലമ്പൂരിലെ നെടുങ്കയത്തിനടുത്തുള്ള മാഞ്ചീരി കാടുകളിലാണ് ഇവർ താമസിക്കുന്നത്. കരിമ്പുഴ കുളിർജലത്താൽ മോഹിപ്പിക്കും. പക്ഷേ ഓർക്കുക, അപകടം പതിയിരിപ്പുണ്ടെന്ന്. ES ഡോസൻ എന്ന ബ്രിട്ടീഷ് ഫോറസ്റ്റ് എഞ്ചിനീയർ ഈ കയത്തിൽ മുങ്ങി മരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഓർമ്മകുടീരം പുഴയുടെ അക്കരെ തേക്ക് തോട്ടത്തിൽ സ്ഥിതി ചെയ്യുന്നു. അവിടേക്കുള്ള 2 ബ്രിട്ടീഷ് പാലങ്ങൾ സായിപ്പിന്റെ എഞ്ചിനീയറിംഗ് മികവായി ഇന്നും നെടുങ്കയത്തുണ്ട്. 2 പ്രളയത്തെയും അതിജീവിച്ചു നിൽക്കുന്ന ഈ പാലങ്ങൾ ഒരു കാഴ്ച തന്നെയാണ്. തേക്ക് പ്ലാന്റേഷനിലൂടെയുള്ള യാത്ര മനോഹരമാണ്. നിലമ്പൂരിൽ നിന്ന് കരുളായി അങ്ങാടി താണ്ടിയാണ് കരിമ്പുഴ വന്യജീവി സങ്കേതത്തിലെ നെടുങ്കയത്തെത്തുക. ദൂരം 13 കിലോമീറ്റർ. യാത്ര നിലമ്പൂർ പാസഞ്ചറിലെ യാത്ര ഒരു അനുഭവമാണ്. നിലമ്പൂർ റോഡ് സ്റ്റേഷനിൽ ഇറങ്ങി ടൗണിലേക്ക് ബസ് പിടിക്കണം. തിരുവനന്തപുരത്തേക്ക് രാജറാണി ട്രെയിനിൽ നേരിട്ട് നിലമ്പൂരെത്താം. കോട്ടയത്തേക്കും പാലക്കാട്ടേക്കും നേരിട്ട് ട്രെയിനുകളുണ്ട്. അടുത്തുള്ള മറ്റു സ്ഥലങ്ങൾ: തമിഴ്നാടിന്റെ ഗൂഡല്ലൂർ, ഊട്ടി, മസിനഗുഡി, മുതുമലൈ ടൈഗർ റിസർവ്, കർണാടക സംസ്ഥാനത്തെ ബന്ദിപ്പൂർ ദേശീയോദ്യാനം, ഗുണ്ടൽപേട്ട്, മൈസൂരു.